ഇറാനുമേൽ 25% സെക്കൻഡറി താരിഫ് ഏർപ്പെടുത്തുമെന്നുള്ള ഭീഷണിയെ പറ്റിയുള്ള വാർത്തയാണ് ഒടുവിൽ അമേരിക്കയിൽ നിന്നും വരുന്നത്. ട്രംപ് ഇറാനിൽ ബോംബ് ഇടുമെന്നു കൂടി പറഞ്ഞിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതൊക്കെ വെറുതെ പറയുന്നതല്ല. വിശ്വസനീയമായ ഡേറ്റയും ഇൻഫോർമേഷനുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ പശ്ചിമേഷ്യയിൽ സംഘർഷ സാധ്യത വീണ്ടും ഉടലെടുക്കുമെന്ന് പറയാം. അമേരിക്കൻ നേതൃത്വത്തിൽ ഇറാനെതിരെ ബോംബിംഗ് അടുത്തു തന്നെ ആരംഭിക്കുമോ എന്നത് ഇനി കാണേണ്ടതാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇത്തരത്തിലുള്ള ഭീഷണികളും യുദ്ധങ്ങളും അമേരിക്കയെ സാമ്പത്തികമായി കൂടുതൽ പാപ്പരാക്കാൻ മാത്രമേ ഉതകുകയുള്ളൂ. 2008 തുടങ്ങി ഇലോൺ മസ്കിന് ടെസ്ല ഇപ്പോൾ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ്. ജനം ടെസ്ല ഷോറൂമുകൾ ആക്രമിക്കുന്നതിലേക്ക് വരെ എത്തിയിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇലോൺ മസ്കിന്റെ സാമൂഹ്യ മാധ്യമമായ എക്സിന് എതിരെ നിരന്തരമായ സൈബർ ആക്രമണം ഉണ്ടാവുകയും പുറമെ ടെസ്ലയുടെ ഷോറൂമുകൾ കത്തിക്കുന്നതിലേക്കും വാഹനങ്ങൾ ആക്രമിക്കപ്പെടുന്നതിലേക്കും വരെ കാര്യങ്ങൾ പോകുമ്പോൾ എത്രമാത്രം ശത്രുത ജനങ്ങൾക്കിടയിൽ ട്രംപിനും മസ്കിനും ചേർന്ന് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ട് യുദ്ധങ്ങൾ സ്പോൺസർ ചെയ്ത് വലിയ പബ്ലിക് ഡെബിറ്റ് സൃഷ്ടിച്ചതാണ് അമേരിക്ക. അമേരിക്കയുടെ പൊതുകടം ഇപ്പോൾ 36.22 ട്രില്യൺ ആണ്. ഇത് മറികടക്കാൻ ഫെഡറേഷൻ ടാക്സസ് ഉയർത്താതെ ഒരു വഴിയുമില്ല. അത് സാധാരണക്കാരനായ അമേരിക്കൻ പൗരന്റെ വരുമാനത്തിൽ കുറവ് വരുത്തും. ഇപ്പോൾ തന്നെ അമേരിക്കൻ ഇൻഫ്ലേഷൻ വളരെ കുറവാണ്. വിലക്കയറ്റം ഇനിയും രൂക്ഷമാകാനോ ട്രംപിന്റെ താരിഫ് യുദ്ധങ്ങൾ ഉപകരിക്കുമോ എന്ന് അറിയില്ല. മാറിയ ലോകാക്രമണത്തിൽ പണ്ട് ചൈന വാങ്ങിയതുപോലെ അമേരിക്കൻ ബോണ്ടുകൾ ആര് വാങ്ങും എന്ന പ്രശ്നം കൂടിയുണ്ട്. അമേരിക്കൻ കടപ്പത്രങ്ങൾ ആരും വാങ്ങാനില്ലെന്ന അവസ്ഥ ഇന്ന് പറഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ അപ്രമാദിത്വവും അമേരിക്കൻ മേധാവിത്വവും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ കൂടിയാണ്. അമേരിക്കൻ ഇറാനെ ആക്രമിച്ചാൽ റഷ്യയും ചൈനയും വടക്കൻ കൊറിയയുമെല്ലാം ഇറാനെ പിന്തുണയ്ക്കും. സൈനികവുമായി നേരിട്ട് ഇടപെടാതെ അമേരിക്കയെ ഒരുക്കാൻ കൈ നനയ്ക്കാതെ മീൻ പിടിക്കാൻ നിയന്ത്രണങ്ങൾ ആയിരിക്കും ഈ രാജ്യങ്ങൾ അവലംബിക്കുക എന്നതാണ് തോന്നുന്നത്. ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ലോകമെമ്പാടുമുള്ള ഇസ്ലാമുകളും ആഹ്വാനം വരും. ചുരുക്കം പറഞ്ഞാൽ ഹൂതികളോടുള്ള ശത്രുത കൂടാതെ ഇറാനും നേരെയുള്ള ബോംബിംഗ് കൂടി വന്നാൽ അമേരിക്കൻ ലോകമെങ്ങുമുള്ള ഇസ്ലാമുകളുടെ നമ്പർ 1 ശത്രു ആയി തീരുമെന്ന് സാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യക്കെതിരെയുള്ള താരിഫ് നീക്കങ്ങൾ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. ഇന്ത്യക്ക് ടാക്സ് ഭീകരത ഉണ്ടെന്നാണ് വാസ്തവം. ഓൺ ദ റോഡ് പ്രൈസ് വാഹനങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ വളരെ കൂടുതലാണ്. ഇന്ത്യ അതൊക്കെ കുറച്ചു കൊടുത്താലും ടെസ്ല ഇന്ത്യയിൽ അധികം വിറ്റുപോകുമെന്ന് തോന്നുന്നില്ല. തെലങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡിയുടെ നേരെയുള്ള ഇടപെടൽ മൂലം അവിടെ ചൈനീസ് BYD 85,000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുകയാണ്. തുടക്കത്തിലോ ഓട്ടോമൊബൈൽ രംഗത്ത് ഇന്ത്യൻ ഇന്നേ വരെ കണ്ടതിൽ വെച്ചുള്ള ഏറ്റവും വലിയ തുകയാണ് ഇലക്ട്രിക് കാർ മാനുഫാക്ചറിംഗ് രംഗത്തുള്ള BYD തെലങ്കാനയിലെ വരാൻ പോകുന്ന പ്രൊജക്റ്റിൽ നിക്ഷേപിക്കുന്നത്. ഒന്നും കാണാതെ ചൈനീസ് BYD ഇത്രയും വലിയൊരു തുക ഇന്ത്യക്ക് നൽകില്ല. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോൾ ആ നിക്ഷേപം വരുന്ന ഹൈദരാബാദിന്റെ പ്രാന്തപ്രദേശം വലിയൊരു ഓട്ടോമൊബൈൽ വ്യവസായ ഹബ്ബായി മാറാനാണ് സാധ്യത. പ്രതിവർഷം 6 ലക്ഷം ഇലക്ട്രിക് കാറുകളിൽ നിന്നും തുടങ്ങി ക്രമേണ 10 ലക്ഷത്തിന് മുകളിൽ ഇലക്ട്രിക് കാറുകളുടെ ഉൽപാദനം ഇന്ന് കമ്പനിക്കുണ്ടെന്ന് പറയുന്നു. ബംഗളൂരു IT വ്യവസായത്തിൽ വളർന്നുപോയ ഹൈദരാബാദ് വാഹന നിർമ്മാണ രംഗത്തും കുതിപ്പാണ് സാധ്യത. ഉൽപാദനം കൂടുമ്പോൾ വിൽപ്പനയിൽ BYD ടെക്സിക്ക് മുകളിൽ നിൽക്കും. അപ്പോൾ പിന്നെ ടെക്സിക്ക് BYDയുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അമേരിക്കയുടെ ഫോർഡ് ഇവിടെ നിന്നും പൂട്ടിക്കൊണ്ടുപോയതുപോലെ ഭാവിയിൽ ടെക്സയും ഇന്ത്യയിൽ നിന്ന് പൂട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ തന്നെയുള്ള ടാറ്റ മോട്ടോഴ്സ്, മാരുതി, ഹുണ്ടായി, ടൊയോട്ടോ ഇവയ്ക്കെല്ലാം BYDയിൽ നിന്നും ഭാവിയിൽ കാർ നിർമ്മാണ രംഗത്ത് വെല്ലുവിളികൾ നേരിടേണ്ടി വരും.